നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ആരാടി ഒരു പെണ്ണും ചെറുക്കനും കൂടി ബൈക്കിൽ അങ്ങോട്ട് പോയത്? അതാണ് വലിച്ചി സോഫി. അത് കുഞ്ഞേച്ചിക്ക് അടുത്തൊരു കമ്പനിയിലെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയാൻ വന്നതാ. കുഞ്ഞേച്ചിയുടെ ക്ലോസ് ഫ്രണ്ടാ. ഏത് ഫ്രണ്ടായാലും അവളോടും അവനോടും വഴിയിലൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറയണം. ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരേ നമ്മുടെ 6 അടി ചെമ്മൺ പാതയും നാഷണൽ ഹൈവേയിലെ 6 വരി പാതയാണെന്നാ. വാടാ. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇനി ആ ഫോൺ എടുക്കാത്തതിന്റെ കാര്യത്തിൽ വല്ല ക്രോസ് വിസ്താരവും കാണുമെന്ന്. വാ. നിങ്ങൾക്ക് ഇവിടെ ശമ്പളവും ശാപ്പാടെന്ന് ഇരുത്തിരിക്കുന്ന എന്തിനാ? എന്നെ എന്റെ അമ്മയെ അപമാനിക്കാനാണോ? തൃപ്പങ്ങോട്ട് നിന്ന് വന്നവന്മാരുടെ കൈയും കാലും തല്ലി ഒടിച്ച് റോഡിലേക്ക് തള്ളാത്തെന്താ? അതിന് ഞാൻ ഉത്തരം പറയായിരുന്നല്ലോ. സത്യം പറഞ്ഞ അവരെന്റെയും നിന്റെയും നെഞ്ചത്ത് ചവിട്ടിയിട്ടാ പോയത്. അപമാനം കൊണ്ടെന്റെ തല താഴ്ന്നുപോയി. കോട്ടയ്ക്കൽ നിന്ന് വന്ന് സംബന്ധം കൂടിയ നമ്മൾ ട്രിപ്പങ്ങോട്ട് കാലുകുത്തിയാൽ കാലുവെട്ടുന്ന ഭീഷണി. എന്റെ വീട്ടിൽ വന്ന് എന്നെ എന്റെ അമ്മയെ അപമാനിക്കാന്ന് വെച്ചാൽ? സാറേ, അവരെ കോടതി വിധിയെ കുറിച്ച് അറിഞ്ഞിട്ടാ വന്നത്. ആ വിധിയുടെ ബലത്തില് രാധ തിരിച്ചു വരുമെന്നും സുഭദ്രാമയെ പോലെ രാധ തൃപ്പങ്ങോട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നും ആ വേണ വക്കീൽ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അവന് കിട്ടിയത് ഇനിയും മതിയായിട്ടില്ല. ബാക്കി കൂടി കൊടുക്കുമ്പോ ശരിയായിക്കോളും. എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ദിവസക്കൂലി വാങ്ങി അന്നവും കഴിച്ചവന്മാരും എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ ഈ മേഘനാഥൻ ക്ഷമിച്ചു കളയൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്തും ഞാൻ. അവന്മാരിപ്പോ എവിടെയാ ഉള്ളത്? തൃപ്പങ്ങോട്ട് മടങ്ങിപ്പോയോ അതോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിക്കട്ടെ. ഇപ്പൊ വരാമേ. അയ്യോ സാറേ, എന്നാട്ടെ, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്ക്. തൽക്കാലം നമ്മൾ എടുത്തിയാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് പഴയ രാജഭരണ കാലമൊന്നുമല്ല, ജനാധിപത്യ കാലമാണ്. അതിൽ വ്യക്തമായ നീതിന്യായ വ്യവസ്ഥ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വന്ന കോടതി വിധിയോടെ രാധയ്ക്കും അനിയത്തിമാർക്കും ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതിന്റെ ധൈര്യത്തിലാണ് ആ അമ്പല കമ്മിറ്റിക്കാരോട് സംസാരിച്ചെന്നുള്ള ഉറപ്പ്. തൽക്കാലം കയ്യൂക്കൊണ്ട് നമ്മളവരെ നേരിടുന്നത് ബുദ്ധിമോശമാണ്. നിയമം കൊണ്ട് ജയിച്ചിരിക്കുന്നവരെ നിയമം കൊണ്ട് തന്നെ തടഞ്ഞു നിർത്തണം. അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അതെ, വന്ന വിധി നടപ്പാക്കുന്നതിന് സ്റ്റേ വാങ്ങിക്കൊണ്ട് നമ്മൾ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. അതിൽ ജയിക്കാനായാൽ പിന്നെ ആരും നമ്മുടെ നേർക്ക് വെല്ലുവിളിയുമായിട്ട് വരില്ല. ആദ്യം നീ ആ വഴി ചിന്തിക്കേ. നിയമത്തിന്റെ ഒരു കവറേജ് കിട്ടിയാലേ നിയമം ലംഘിക്കാനുള്ള പഴുതുകളും കണ്ടെത്താനാവൂ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.